അജി സാർ എന്ന് പറയുന്നത് എന്ത് കാര്യവും കണ്ണടച്ച് കറക്റ്റ് ആയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് പറയും. ഫോറസ്റ്റ് ഓഫീസറാണ്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. പിള്ളേർക്ക് വേണ്ടി ഇപ്പൊ സമർപ്പിച്ചിരിക്കുകയാണ് ജീവിതം. സാറിലേക്ക് ഞങ്ങൾ വരാം. നമുക്ക് സലീമേട്ടനിലേക്ക് ഒന്ന് പോണം. ഹലോ, നമസ്കാരം. നമസ്കാരം. റെഡിയാണോ? ഓക്കെ. ആളിങ്ങനെ ചെറുതായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ പുലിയാണ്. ഇതെന്നെ ഈ സംഭവം എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അത് എന്റെ കൈ രണ്ടും പിറകിൽ കെട്ടിയിട്ട് ഓക്കെ, വായ കൊണ്ട് പീല് ചെയ്ത് വാഴപ്പഴം മാത്രം കഴിക്കുക. ഓ, കൈകൾ രണ്ടും ബാക്കിൽ കെട്ടി. ഇതിനാണോ ഗിന്നസ് വേൾഡ് റെക്കോർഡ്? അതില് ഫാസ്റ്റ് ടൈമിലാണ്. ആദ്യം ഒരു ഇംഗ്ലണ്ടിലെ ഒരു വനിതക്കായിരുന്നു കിട്ടുന്നത്. അവർ യൂറോപ്പ് നമ്പർ 1 ആയിരുന്നു. അവരെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗിന്നസിലേക്ക് വരുന്നത്. അത് എത്ര നമ്പേഴ്സ് ആണ്? അവര് 20 സെക്കൻഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാനിത് ചെയ്തിട്ടുള്ളത് 8.57 സെക്കൻഡിലാണ്. നമ്മള് കൈ കൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് കഴിച്ചു തരൂല. ഈ ഗിന്നസ് എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് ആണ്. ഒരാളെ റെക്കോർഡ് മറ്റൊരാൾ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്റെ ഈ റെക്കോർഡ് 2 വർഷമായിട്ട് ആർക്കും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരു സംശയം ഈ സമയത്ത് ചോദിച്ചോട്ടെ, ലോകത്ത് എത്ര ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആൾക്കാരുണ്ടാവും ടോട്ടല്? ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടിയ ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു 60,000-ന്റെ ഉള്ളിലേ ഉള്ളൂ ഇൻഡിവിജ്വൽ ആയിട്ട് വേൾഡില്. അതിൽ ഇന്ത്യയില് അറൗണ്ട് 400 മാത്രമേ ഉള്ളൂ. അതിൽ 100 കടക്കുന്നത് കേരളത്തിലാണ്. മറ്റൊന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ഗിന്നസ് ഫാമിലിയാണ് എന്റെ ഫാമിലി. എന്നെ കൂടാതെ എന്റെ 2 മക്കളും ഗിന്നസ് ആണ്. അതെന്തിലായിരുന്നു? ഒന്ന് ആൽഫബറ്റിക് ഓർഡറിൽ പുസ്തകങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തിരുന്നു. നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലുള്ള എല്ലാ ബുക്കുകളും എടുക്കും, ഷഫിൾ ചെയ്ത് കണ്ണ് കെട്ടി അവരെ മുന്നിൽ വെച്ച് പെട്ടെന്ന് ആ ബുക്ക് ഡിസോർഡറിലായിട്ട് തട്ടി മാറ്റും. കണ്ണ് കെട്ട് കഴിക്കുന്നതോടെ സ്റ്റാർട്ട് എന്ന് പറയുന്നതോടെ 16 സെക്കൻഡിൽ അത് ആൽഫബറ്റിക് ഓർഡറിൽ ഹൊറിസോണ്ടൽ ലെവലിൽ വെച്ചതിനാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. മറ്റൊരാൾ കിട്ടിയത് നീ ടു എൽബോ സ്റ്റെപ്സ്. കൈ രണ്ടും തലയുടെ ബാക്കിൽ കെട്ടിയതിന് ശേഷം ജമ്പ് ചെയ്ത് കൈമുട്ടും ഓപ്പോസിറ്റ് കാൽമുട്ടും ടച്ച് ചെയ്യിക്കണം. അങ്ങനെ ഒരു 30 സെക്കൻഡിൽ 74 പ്രാവശ്യം ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോ 6ാം ക്ലാസ് പഠിക്കുന്ന മോള് ഗിന്നസിൽ വന്നത്. അപ്പൊ എന്തായാലും ഗിന്നസ് സലീം, നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? ഓക്കെ, യാ പ്ലീസ്. എന്താണ് നമ്മൾ ഈ പഴം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാർ ഇനി ഇവിടെ സീറ്റഡ് ആവും, ഇരിക്കും. ഇരുന്നിട്ട് കൈകൾ രണ്ടും ബാക്കിലേക്ക് കെട്ടിയിട്ട് കഴിക്കാൻ പോവാണ്. നമുക്കത് കാണാം അല്ലേ? പിന്നെ പ്രേക്ഷകരെ നമ്മൾ കാണാൻ പോവുകയാണ്. കൈകൾ രണ്ടും ബാക്കിലേക്ക് കെട്ടിയിരിക്കുകയാണ്. ഇനി സാർ വാ കൊണ്ട് അതിന്റെ തൊലി മാറ്റി ആ പഴം കഴിക്കാൻ പോവുകയാണ്. അതാ സാർ ഓൾറെഡി കഴിച്ച് തുടങ്ങിയിരിക്കുകയാണ്. തൊലി മാത്രം കൈ കൊടുത്താലും നമ്മൾ കഴിക്കൂല. ഒരൊറ്റ തൊലി നൈസായിട്ടങ്ങ് പൊളിച്ചു, ബാക്കി പഴവും കഴിച്ചു. ഇങ്ങനെ ഒരു എന്താ പറയുക ആക്ട് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാ ബുദ്ധിയിൽ വന്നത്? ചെറുപ്പം മുതലേ എന്തെങ്കിലും കാണുമ്പോൾ അത് എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാന്നൊരു തോന്നലുണ്ടായിരുന്നു. എനിക്ക് എന്ത് കണ്ടാലും ഒരു ഫുട്ബോള് കളി കാണുമ്പോൾ എനിക്കൊരു ഫുട്ബോൾ കളിക്കാരനാകണമെന്ന് തോന്നും. ബാസ്കറ്റ് ബോൾ കാണുമ്പോൾ ബാസ്കറ്റ് ബോൾ കളിക്കണം, ക്രിക്കറ്റ് കാണുമ്പോൾ ക്രിക്കറ്റ് കളിക്കണം, റെസ്ലിംഗ്, എല്ലാത്തിലും ഡിസ്ട്രിക്ട് ലെവലിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം എങ്ങനെയാ കണ്ടുപിടിച്ചത് ഇങ്ങനെ ഒരു ചെയ്യാമെന്ന്? അത് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഗിന്നസുകാരെ കാണാൻ പറ്റി. അപ്പോൾ ഒരു അത്ഭുതം ഗിന്നസ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് ഗിന്നസ് കിട്ടിയെന്ന്. അപ്പൊ പല ആളുകളും പറഞ്ഞു, ഞങ്ങൾക്ക് ബുക്ക് ഉണ്ടാക്കിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതാണ്. അപ്പൊ എനിക്ക് ഗിന്നസ് കിട്ടാൻ എന്ത് ചെയ്യണം ചോദിച്ചു. നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തണം എന്ന് പറഞ്ഞു. അവരെനിക്ക് കൂടുതലൊന്നും പറഞ്ഞു തന്നിരുന്ന. ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ്സ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഗിന്നസ് കിട്ടിയ പോലെ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. അതിലിങ്ങനെ നോക്കുമ്പോഴാണ് ഒരാൾ പഴം തിന്നുന്നത്, ഒരു ലേഡി. അപ്പൊ ഞാനും ഒരു 9 മാസം പഴം വാങ്ങി കഴിക്കൽ തുടങ്ങി. ഞാൻ മെഡിക്കൽ സ്റ്റോറാണ്. രാവിലെ ഡോക്ടർ പരിശോധന കഴിഞ്ഞാൽ ഒരു 9 മണിക്ക് ഞാൻ വീട്ടിൽ വരുമ്പോൾ ആദ്യം കടക്കാരന് ഞാൻ അതിൻ്റെ അളവൊക്കെ പറഞ്ഞു കൊടുക്കും, തരും. പിന്നെ എന്നെ കാണുമ്പോൾ കടക്കാരൻ ആ പഴം അതേ അളവൊക്കെ അയാൾ എടുത്തിട്ട് മുറിച്ച് തരുന്നവരായി. അങ്ങനെ 9 മാസം ആ കടക്കാരൻ്റെ അടുത്ത് 4 പഴം വെച്ച് വാങ്ങി. അതിനുശേഷമാണ് ഞാൻ ഈ
അറ്റംപ്റ്റിന് മുതിർന്നത്. ആദ്യം അത് 17.82 എൻ്റെ റെക്കോർഡ്. അത് ഞാൻ വീണ്ടും തിരുത്തി 8.57 സെക്കൻഡ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തിരുത്താൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് സലീം സാർ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നില്ല, പക്ഷെ പഴം ഞങ്ങൾക്ക് ഹെൽത്തിന് നല്ലതായതുകൊണ്ട് കഴിക്കുമോ അത്രേ ഉള്ളൂ. താങ്ക് യു സാർ. അത് സാറേ ഇനി നമ്മളാണ് ഞെട്ടിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഞെട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു പുത്തിരിയല്ല, പക്ഷെ പുതിയ ഐറ്റം എന്തൊക്കെയോ ഉണ്ടല്ലോ, കേൾക്കട്ടെ എന്നാന്ന്. പുതിയ ഐറ്റം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഇവിടെ ഒരു ഫ്ലോറിൽ ഒരു വട്ടം വന്ന ആളാണ്. അന്ന് എനിക്ക് ഗിന്നസ് ഇല്ലായിരുന്നു, ഇപ്പൊ എനിക്ക് ഗിന്നസ് ഉണ്ട്. ഗിന്നസ് എന്ന് പറഞ്ഞാല് അതാണ് ഈ വേദിന്റെ ഐശ്വര്യം. സത്യത്തിൽ 2010 മുതൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മള് പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ ട്രെയിനിങ് മെത്തഡോളജീസ് ഉണ്ട്. അതെനിക്ക് ഒരാളിൽ വഴി ഒരു ഗുരുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അത് പ്രാക്ടീസ് ചെയ്തു, അതൊരു സിസ്റ്റമാക്കി കഴിഞ്ഞ 14 വർഷമായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ബ്രെയിനും ആയിട്ട് ബന്ധപ്പെട്ട്. അതില് 5000-ഓളം കുട്ടികൾ ഇപ്പൊ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം വനംവകുപ്പിൽ ജീവനക്കാരായിരുന്നു. ഇപ്പൊ 5 വർഷത്തേക്ക് ലീവ് എടുത്തു. ഫുൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പൊ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാരൻ 4 സെക്കൻഡ് കൊണ്ട് 30 നമ്പർ കാണാതെ പിടിച്ചിട്ട് പറഞ്ഞു. അത് ഞാൻ ബ്രേക്ക് ചെയ്തത് 4 സെക്കൻഡ് കൊണ്ട് 48 നമ്പർ കാണാതെ പിടിച്ചാണ്. ഇപ്പൊ ഞാൻ ഈ ഫ്ലോറിൽ ചെയ്യാൻ പോകുന്നത് 50 നമ്പർ 1 സെക്കൻഡ് കൊണ്ട് കാണാൻ പറ്റും. 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് നോക്കാം. ആദ്യം അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മളിപ്പം എഴുതുന്നേക്കാൾ ഉപരി ഓൾറെഡി റാൻഡം ജനറേറ്റർ നമ്പർ സിസ്റ്റം ഉണ്ട്, നമ്മളെ നെറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് നെറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. അത് എടുക്കാമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മള് പഠിക്കേണ്ട നമ്പറുകളുടെ എണ്ണമാണ് ആദ്യത്തെ കോളത്തിൽ കിടക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം. അതിൽ 50 അടിക്കുക. രണ്ടാമത്തെ കോളത്തിൽ കിടക്കുന്നത് എത്ര സമയം കൊണ്ട് അത് പഠിക്കാൻ വേണം. അത് ഓൾറെഡി 1 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. 1 സെക്കൻഡ്. അടുത്തത് ട്രാൻസിഷൻ ഡിലേ വേണ്ട, ആൻസർ റിവീൽ 600 എന്ന് വെച്ചാൽ ഇത് 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ എടുക്കുന്ന സമയമാണത്. ഒന്ന് വേണം ചെക്ക് ചെയ്യാം. ഒന്ന് സ്റ്റാർട്ട് ടെസ്റ്റ് അടിക്കുക. ഇപ്പൊ വന്ന നമ്പർ ഉണ്ട്, ഇത്ര സമയം എടുക്കും. അതായത് ഒറ്റ സെക്കൻഡ് ബ്ലിങ്ക് ഓഫ് ആയില്ല, അത് വീണ്ടും ഇനി ആ റിഫ്രഷ് ഒന്ന് കൊടുത്തേ. റിഫ്രഷ് ഇപ്പൊ നിങ്ങളൊന്ന് നോക്കണം. 179 സ്റ്റാർട്ടിങ്. റിഫ്രഷ് കൊടുത്തേ, ആ നമ്പറിന് വരില്ല. പുതിയ സീരീസ് ഇനി റിഫ്രഷ് കൊടുത്തേ. മനസ്സിലായല്ലോ, ഇത് നമ്പർ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തതല്ല. പുതിയ സാധനം, അത് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് പോലും അറിയത്തില്ല ഏത് നമ്പറാ വരുന്നതിന്റെ. ഇതിൽ പ്യുവർലി വേണ്ടത് ഡീപ്പ് മെഡിറ്റേഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. സ്റ്റാർട്ട്. ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്. 9 6 9 8 0 9 0 1 2 1 7 9 2 3 0 2 0 6 0 2 2 2 8 1 9 4 8 2 7 3 4 0 6 2 8 8 1 3 1 5 9 2 9 4 3 3 4 7 7 9. ആ ടൈമർ ഒന്ന് നിർത്തോ. നിങ്ങളുടെ
ബ്രേക്ക് ചെയ്തു. In 1 second you said 50 numbers. അടിപൊളി അടിപൊളി സൂപ്പർ. 48 numbers 4 സെക്കൻഡില് ബ്രേക്ക് ചെയ്ത ഒരാള് സ്വന്തം റെക്കോർഡ് വീണ്ടും 50 ഡിജിറ്റ് Wow. 1 സെക്കൻഡില് ബ്രേക്ക് ചെയ്തു. ആൻഡ് കോമഡി മാസ്റ്റേഴ്സ് on Amrita TV. സന്തോഷം. ഞെട്ടിച്ചു. എനിക്ക് ഉറപ്പായിരുന്നു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം എന്നെ ഓൾറെഡി ഒന്ന് ഞെട്ടിച്ചതാ. അല്ല ചേട്ടാ, ഇവരെല്ലാരും ഞാൻ പറയാല, എനിക്കാണ് ടെൻഷൻ. ഇത് തെറ്റല്ലേ തെറ്റല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നമ്മളെ കാരണം മുന്നേ ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് ഇപ്പൊ ഒരു ചാനലിൽ ഇപ്പൊ ചെയ്തതാ. എനിക്ക് 300 നമ്പർ വരെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. എന്റെ അമ്മ, ഇത് കാണുന്നവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തോണ്ടേ സത്യം. ഞാൻ ഗിന്നസ് ഇട്ടത് അതിനു വേണ്ടി തന്നെ കൂടാ. ആണല്ലേ? കാര്യം കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇന്റലിജന്റ് കോഷ്യന്റ് എഡ്യൂക്കേഷൻ ഡിസൈൻ എന്നും പറഞ്ഞ് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 2010 എനിക്കിത് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം എന്റെ IQ ടെസ്റ്റ് ചെയ്തായിരുന്നു. എന്റെ IQ 187.4 ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ IQ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എനിക്കാണ്. അതുകൊണ്ട് എനിക്കൊരു ടാഗിലൊക്കെ കിട്ടിയിട്ടുണ്ട്. IQ Man of കേരള എന്നൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറെ കാലം ചെയ്യും. എനിക്ക് സത്യത്തിൽ ഞാൻ വാച്ച് ഊരി എന്താന്ന് വെച്ചാൽ എനിക്ക് സമയം നോക്കാൻ വാച്ചിന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്താ സമയം? ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയം 12:53. Yes. It's 12:53. അമാനുഷികൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണുന്ന ആദ്യമായിട്ടോ. എന്റെ ദൈവമേ, എങ്ങനെയാന്ന് ചോദിക്കല്ലോ. ബട്ട് he was having nothing here. ഇവിടെ ഒന്നുമില്ലായിരുന്നു. എന്റെ മുന്നേ നിൽക്കുവാ. സാധാരണ നമുക്ക് സൂര്യനെയൊക്കെ നോക്കി പറയാൻ പറ്റും. സൂര്യൻ പോലും കാണത്തില്ല. ഇരുട്ട് റൂമിലൊക്കെ പറ്റും. ആണല്ലേ? അത് സാറേ കിഡിലും പെർഫോമൻസ് ആയിരുന്നു. അത് സാർ ഇങ്ങനെ കൈ നേരെ വെച്ചിട്ട് സമയം പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ കോമഡി മാസ്റ്റേഴ്സിൽ ഇങ്ങനെ കൈ ഞാൻ നേരെ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇനി എന്നാണ് വരാൻ പോകുന്നതെന്നുള്ളത്.